ഹായ് എവ്രി വൺ. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഗ്രേഡ് 1 and 2 സോ ഈവൻ 3rd or 4th ക്ലാസ്സിലെ കുട്ടികളെയും കീബോർഡ് മൗസ് അതേപോലെ തന്നെ അവരുടെ ലോജിക് തിങ്കിങ് എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോ അതിൻ്റെ പേരാണ് ജി കോംപ്രസ്. അത് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമ്മൾ ലാപ്ടോപ്പിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ കുറച്ച് ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത് പോലെ ക്രോം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അതിൽ ജി കോംപ്രസ് എന്ന് ടൈപ്പ് ചെയ്യാം. ജി കോംപ്രസ്, യെസ്, ജി കോംപ്രസ് ഡൗൺലോഡ്, ജി കോംപ്രസ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ കാണാൻ പറ്റും. ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ജി കോംപ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ അതിനുശേഷം സ്റ്റാർട്ട് ഡൗൺലോഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ജി കോംപ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി നേരെ പോകുന്നത് ഡൗൺലോഡ്സിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരെ ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യാണ് എൻ്റെ ലാപ്ടോപ്പിൽ. ഓക്കെ, അതിൽ ജി കോംപ്രസിൻ്റെ സോഫ്റ്റ്വെയർ ഇവിടെ കാണാം. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. സോ ഇത് ലോഡ് ആവുന്നുണ്ട്. യെസ്, അവിടെ നമ്മൾ യെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെയൊരു ഓപ്ഷനാണ്. അവിടെ നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുക്കുന്നു, ദെൻ എഗ്രി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ജി കോംപ്രസ് ഡെസ്ക്ടോപ്പ് ഓൺ ഐക്കൺ എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം. സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. നേരെ നെക്സ്റ്റ് കൊടുക്കുന്നു, ദെൻ അഗെയിൻ നെക്സ്റ്റ്, ദെൻ ഇൻസ്റ്റാൾ. സോ ഇനി നമ്മൾ ഈ ഒരു ബാർ കംപ്ലീറ്റ് ആവുന്നവരെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. സോ ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ കുട്ടികളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ മൗസ് കീബോർഡ് എക്സ്പെർട്ടാക്കി മാറ്റാൻ പറ്റും. അതേപോലെ അവരെ ലോജിക് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. യെസ്, നൗ ഇറ്റ്സ് ഫിനിഷ്. സോ ദ ഇൻസ്റ്റാളേഷൻ ഈസ് കംപ്ലീറ്റ്. സോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി അതിൻ്റെ ഐക്കൺ കാണാം. അത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ വിൻഡോസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ജി കോംപ്രസ് ഈസ് ലോഡിങ്. യെസ്, സോ നമുക്കിവിടെ ജി കോംപ്രസ് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഹോം പേജാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഹോം പേജിലേക്ക് വന്നു. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കുട്ടികളെ നമ്മൾ മൗസ് എടുത്തു കഴിഞ്ഞാൽ മൗസ് നമ്മൾ മൂവ് ചെയ്യാറുണ്ട്. സോ മൗസ് ഈസിലി മൂവ് ചെയ്യുന്ന ഗെയിമിംഗ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മൗസിൻ്റെ ക്ലിക്ക് അവരെ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും മൂവ് ദ മൗസ് ഓർ ടച്ച് ദ സ്ക്രീൻ. സോ മൂവ് ദ മൗസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ബ്ലോക്കുകൾ വാനിഷ് ആവും. സോ ഫൈൻഡ് ദ ഇഡൻ ആനിമൽസ് ഓർ ബേർഡ്സ് എന്നുള്ളതാണ് ഈ ഒരു ഗെയിം. ഇപ്പോൾ ഞാനിപ്പോൾ മൗസ് മൂവ് ചെയ്യുമ്പോഴാണ് എനിക്കിവിടെ കാണാൻ പറ്റും എൻ്റെ മൗസ് പോയിൻ്റർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഓരോ നമുക്ക് അവിടെ പോയിന്റ് കിട്ടി, അടുത്തതിലേക്ക് പോയി. ഇതൊരു സിമ്പിൾ ഗെയിമാണ്. ഇനി നമ്മൾ നേരെ ഹോം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇനീഷ്യൽ അവിടേക്ക് വന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഓൺ മീ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് കാണാം. അതായത് കുട്ടികളെ മൗസ് ക്ലിക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ ഫിഷിനെ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ലെഫ്റ്റ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പോയിന്റ് അച്ചീവ് ആവില്ല. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുട്ടികൾ ഈ ഒരു ഗെയിമിലൂടെ അവർ മൗസിൻ്റെ യൂസാണ് അവർ പഠിക്കുന്നത്. കാണുന്നല്ലേ? യെസ് 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 യെസ്. സോ ഇതൊരു ഗെയിമാണ്. ഇതേപോലെ ഇനി നമുക്ക് ലെഫ്റ്റും റൈറ്റും, ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ഓർ ടാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ ഒരു ഫിഷിൻ്റെ ഗെയിം പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ബ്ലോക്കുകളും വാനിഷ് ആവും. എന്നിട്ട് അവർ ദേ ഹാവ് ടു ഫൈൻഡ് ദ ഹിഡൻ ആനിമൽസ്. സീ ദിസ്? യെസ്. വീണ്ടും ഞാൻ ഹോം പേജിലേക്ക് പോയി. ഓക്കെ, ഇനി നമുക്ക് മൗസ് ക്ലിക്ക് ട്രെയിനിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് മൗസ് ക്ലിക്ക് ട്രെയിനിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മൗസ് പോയിന്റർ കാണാം. സോ ഇവിടെ മങ്കി ഉണ്ട്, അതേപോലെ ഫിഷ് ഉണ്ട്. സോ മങ്കി ബിലോങ്സ് ടു ട്രീ ആണ്, അതേപോലെ ഫിഷ് ബിലോങ്സ് ടു വാട്ടർ ആണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മൗസ് പോയിന്റർ ഇവിടെ കാണാം. ഞാനിവിടെ മങ്കിയുടെ മുകളിൽ എൻ്റെ മൗസ് പോയിന്റർ വെച്ചു. എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് മാർക്ക് കാണിക്കും. കാരണം എന്താണ്, ഇത് മൂവ് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. യെസ്, അപ്പോൾ നേരെ ട്രീയിലേക്ക് മങ്കി പോയി.
ഇനി ഇവിടെ വെച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിന്റെ മുകളിൽ വെച്ച് ലെഫ്റ്റ് മൂവ് ചെയ്ത് ക്രോസ് കാണിക്കും. അപ്പൊ ലെഫ്റ്റും റൈറ്റും ബട്ടൺ ഒരേ സമയം പ്രാക്ടീസ് ചെയ്യുന്ന ഗെയിമാണ് ദിസ് വൺ. ഓക്കെ, യെസ്. പിന്നെ നമുക്കിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രോ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഉണ്ട്. അത് അവിടെ പോയി കഴിഞ്ഞാൽ മൗസിന്റെ ഡ്രാഗ് ആണ് അവർ പഠിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഡ്രാഗ് ചെയ്യാതെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈൻസ് ഡ്രോ ചെയ്യുന്നില്ല. ഞാൻ ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗെയിം കംപ്ലീറ്റ് ആയി. ഓക്കെ, യെസ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കീബോർഡ്, സിമ്പിൾ ലെറ്റേഴ്സ്, അതേപോലെ തന്നെ ഫോളിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന കീബോർഡ് ഗെയിം അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെറ്റേഴ്സ് ഇവിടെ ഫോളോ ചെയ്യും. അത് കുട്ടികൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പോയിന്റ് കിട്ടും. അപ്പൊ അവര് സ്പീഡ് കൂടിക്കൂടി വരും. ഈ ഓരോ ലെറ്റേഴ്സിന്റെ സ്പീഡ് കൂടിക്കൂടി വരും. ഓക്കെ, അപ്പൊ അവരോട് അത് റീഡ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പ് എന്നുള്ളത് റീഡ് ചെയ്യാൻ പറയണം. മെറ്റ് എന്നുള്ളത് പറയണം. അതിന്റെ മീനിങ് നിങ്ങൾക്ക് ചോദിക്കാം. മാൻ, മീ, സോ വാസ്. യെസ്, ഇതൊരു ഗെയിമാണ്. ഓക്കെ, സോ അത് നമ്മൾ എടുത്തിട്ടുള്ളത് ഫോളിംഗ് വേർഡ്സ് ആണ്. പിന്നെ ഇവിടെ സിമ്പിൾ ലെറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓരോ ലെറ്റേഴ്സും അവരെന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. എവിടെയാണ് എ വരുന്നത്, എവിടെയാണ് ഒ വരുന്നത്. അപ്പൊ ഈ സ്ക്രീനിൽ വരുന്ന ലെറ്റേഴ്സിന് അനുസരിച്ച് അവർ ആ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് വാനിഷ് ആവും. ആ ഒരു ടൈപ്പിലുള്ള ഗെയിമിങ്. ഓക്കെ, നമ്മളത് പറഞ്ഞു. അതിനുശേഷം ഇവിടെ മൈ ഫസ്റ്റ് വേർഡ് പ്രൊസസർ, അവർക്ക് ഒരു സ്റ്റോറി അവർക്ക് റൈറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ അവർക്ക് ഒരു പോയം റൈറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, മൈ സ്കൂൾ എന്ന് കൊടുത്തു. ദെൻ സബ് ടൈറ്റിൽ വേണമെങ്കിൽ അവർക്ക് ടൈപ്പ് ചെയ്യാം. പിന്നെ പാരാഗ്രാഫ് ആക്കി മാറ്റാം അതിനെ. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേര്, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ പേര്, പാരൻസിന്റെ പേര്, അവരുടെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ കുട്ടികൾ ടൈപ്പിംഗ് അനുസരിച്ച് ടൈപ്പിംഗ് അവരത് സ്മൂത്തും അതേപോലെ തന്നെ പെർഫെക്റ്റും ആയിട്ട് വരും. ഇതേപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസുകൾ ഉണ്ട്. സിമ്പിൾ മാത്തമാറ്റിക്സും അതേപോലെ തന്നെ സയൻസും ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഞാൻ വേറൊരു അവരുടെ ലോജിക് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് കാണിക്കാം. 4th ഓപ്ഷൻ 1 2 3 4 1 2 3 4 5 5th ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം ദ പാത്ത് എന്ന് പറയുന്നത്, അതായത് പ്രോഗ്രാമിംഗിലേക്ക് കുട്ടികൾ മൂവ് ചെയ്യുന്നതിന് മുന്നേ, ജൂനിയർ സ്ക്രാച്ച് ആണ് 1 and 2 ക്ലാസ്സിലെ കുട്ടികൾ ലേൺ ചെയ്യുന്നത്. അതിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ പ്രോഗ്രാം ദ പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സോ അതിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് കമാൻഡ്സ്. ഈ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിനെ കൊണ്ട് നമ്മൾ ഈ ഫിഷിനെ ക്യാച്ച് ചെയ്യിപ്പിക്കണം. അതിനുള്ള ഡയറക്ഷൻ നമ്മളിവിടെ ഇത് 1 by 1 ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇത് സ്ട്രെയിറ്റ് മൂവ്മെന്റ് ആണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ ഒരു കമാൻഡ് വന്നു. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് മൂവ് ചെയ്തു, പക്ഷേ ഫിഷിന്റെ അടുത്ത് എത്തിയില്ല, ഫിഷിനെ ക്യാച്ച് ചെയ്തില്ല. അപ്പൊ ഞാൻ 2 കമാൻഡ് എടുത്ത് പ്ലേസ് ചെയ്തു. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സീ ദിസ് മൂവ് ചെയ്യുന്നു, ആ ഫിഷിനെ അത് ക്യാച്ച് ചെയ്യുന്നു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇനി കുറച്ചും കൂടി ടെസ്റ്റഡ് ആയിട്ടുള്ള. അപ്പൊ ആദ്യം ഒരു സ്ട്രെയിറ്റ് മൂവ്മെന്റ്. അപ്പൊ കുട്ടികൾ ഇത് നോക്കി ഇതിന്റെ കമാൻഡ്സ് അവർ പ്ലേസ് ചെയ്യണം. അപ്പൊ ആദ്യം സ്ട്രെയിറ്റ് മൂവ്മെന്റ്, പിന്നെ ഇതിന് ടേൺ ചെയ്യണം, പിന്നെ 2 സ്റ്റെപ്പ് ഫോർവേഡ്, പിന്നെ എഗെയിൻ ടേൺ ചെയ്യണം, പിന്നെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ്. യെസ്, അപ്പം അവരറിയാതെ തന്നെ അവരുടെ ലോജിക് ഇംപ്രൂവ്മെന്റ്, അവരെ മൗസ് യൂസ്, കീബോർഡ് യൂസ്, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് GCompress എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും, അത് അവർ ഇതേപോലെ ചെയ്യണം. നമ്മൾ AI-TUTന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ, ഇതിലുള്ള ഓരോ ഗെയിമുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള സ്ക്രീൻഷോട്ടുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. സോ ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പുതിയ ആപ്പുകളെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.